CPM-നെ തകർക്കാനല്ല തിരുത്താനാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ടി കെ ഗോവിന്ദൻ. CPM-ൽ ഏകാധിപത്യമാണ് നടക്കുന്നത്. തന്റെ പിൻഗാമിയായി ഭാര്യ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അത് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ടി കെ ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ പേര് ശുപാർശ ചെയ്തതെന്ന വാദം തെറ്റാണ്. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് MV ഗോവിന്ദന്റെ വ്യക്തിപരമായ താൽപര്യമാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രിയെ ജില്ലാ നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ടി കെ ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ തെറ്റിദ്ധരിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശമാണ്, ഏകണ്ഠമായ നിർദ്ദേശമാണ്. ഒരു പേര് മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയത്. സൂര്യയുടെ പേര് ചർച്ച ചെയ്തിരുന്നല്ലോ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ. എന്റെ വ്യത്യസ്ത അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നത് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞെന്നാ, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിന് ഒരു പേര് മാത്രമാണ് വന്നതെങ്കിൽ അതിന് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ലേ ഈ പേരിവിടെ അടിച്ചേൽപ്പിച്ചത്, ഇവിടെയും അംഗീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ, കോൺഗ്രസുമായി കൂടുന്ന മഹാപരാധം എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ നിങ്ങൾ പരത്തുന്നത്, ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തെ ഇത്തരം പ്രചരണം കൊണ്ട് നേരിടുകയാണ്. താൻ UDF-ന്റെ പിന്തുണ തേടി എന്നത് വലിയ അപരാധമായാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ താൻ ഉയർത്തിയ നിലപാടുകളെയാണ് UDF പിന്തുണയ്ക്കുന്നത്. കൊയ്യം ജനാർദ്ദനൻ പത്രിക നൽകിയത് വൈകാരികമായ തീരുമാനം മാത്രമാണ്. ആന്തൂർ സാജന്റെ മരണമടക്കമുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമ്പോൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. നേതാക്കളായ PT മാത്യു, PK സുബേർ, T ജനാർദ്ദനൻ, PK സരസ്വതി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.